സാബുമോൻ താൻ ഉണ്ടായിരുന്നപ്പോഴുള്ള സീസണിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇവരോട് മനസ്സിലാക്കിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് പഴയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്? അതൊരു ഭാരമല്ലേ, അതങ്ങ് കളയണം. എന്നിട്ട് നാളെ രാവിലെ ആരുടെ പുറത്ത് ബ്ലാഞ്ചണം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കണം. മനസ്സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങണം. രാവിലെ വേറെ ആളെ കിട്ടുമെന്ന്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പഴയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കിടക്കുന്നത്? സാബുമോൻ എല്ലാവരോടും പറയുകയാണ്. ലക്ഷ്മി ഇരുന്നിട്ട് ഓരോ ക്വസ്റ്റ്യനുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ലാസ്റ്റ് വരുന്ന 5 പേരെ പറ്റി, ഫൈനലിസ്റ്റ് വരുന്നവരെ പറ്റി വല്ല പ്രഡിക്ഷനും കാര്യങ്ങളും ഒക്കെ ചോദിക്കുക. അപ്പോൾ സാബു പറയാണ്, എന്നെ നിങ്ങൾ ഉദാഹരണമായിട്ടൊന്നും എടുക്കരുത്. കാരണം ഞാൻ കൊല്ലത്ത് പോലുള്ള കണക്കുള്ളൊരു വരവാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തും സ്ട്രാറ്റജി എടുത്തും ഒന്നുമല്ല. അതങ്ങ് അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോയി എന്നുള്ളതേ ഉള്ളൂ. നമുക്കൊരു കാര്യം ഉറപ്പായിട്ടും അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറച്ച് തന്നെ നിലപാടെടുക്കണം. അത് മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. അവിടാണല്ലോ തർക്കങ്ങൾ വരുന്നതെന്ന് സാബു പറയുന്നുണ്ട്. നമുക്ക് ശരിയാണെന്നുള്ള കാര്യം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ റിഗ്രറ്റിൻ്റെ ആവശ്യമില്ലെന്നും പറയുന്നുണ്ട്. പുറത്ത് പോകുന്നതും പോവാതിരിക്കുന്നതിനെയും പറ്റിയൊന്നും ബോധേഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നും പറയുന്നുണ്ട്. പോയാൽ പോയി, ഇത്രയും ദിവസം നിന്നില്ലേ, ഇറങ്ങിപ്പോയി, എന്തിനാ ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചിരിക്കുന്നുണ്ട് സാബു. നെവിൻ വന്നിട്ട് സാബുവിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ വിളിച്ചോ സാബു? അപ്പം സാബു പറയാണ്, ഒരിക്കലും വിളിച്ചില്ലടാ നിന്നെ. സാബു പറയുന്നുണ്ട്, അവിടുത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ തിളച്ചെണ്ണയിലിട്ട് വറുത്തു പോരാം, അതൊക്കെയാണ് സ്കിറ്റ്. അപ്പോൾ അത് ആ പുതിയ പണി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാവരും. ജന്തു മൃഗങ്ങൾക്ക് ഭക്ഷണ സാധനം കൊടുക്കുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കുമല്ലോ, അപ്പം ഞാനൊരു വെള്ളമാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന് സാബു പറയുന്നുണ്ട്. ബിന്നി അനുമോളോട് പറയുന്ന, കരുതിയിരുന്നോ? അപ്പം അനുമോൾ ചോദിക്കുന്നത്, എന്തിന് നീ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം അങ്ങ് ഏറ്റുപോയി. അനുമോളില്ലാതെ എന്ത് ആഘോഷമെന്ന് ബിന്നി ചോദിക്കുന്നു. ഇനി ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളെന്ന് സാബു പറയുന്നുണ്ട്. ആരും എഴുതുന്ന ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സാബു പറയണ, ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ഞാനാണെങ്കിൽ ഒരു കാര്യവും നേരെ ചൊവ്വേ പറയത്തുമില്ല. ഇവനൊന്നും മനസ്സിലാവത്തുമില്ല. ഇവനിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ വിട്ടുപിടി എന്ന് പറയുന്നുണ്ട്. അപ്പം പഴയ മട്ടൻ്റെ വഴക്കൊക്കെ ഇപ്പോഴും എന്തിനാണ് പിടിച്ചുകൊണ്ട് കിടക്കുന്നത്? അതൊക്കെ വിട്ടുകളാ. നിങ്ങൾ പുതിയ സാധനം എടുക്കുക. അപ്പം ഞങ്ങൾക്ക് കാണാനും രസമല്ലേ എന്ന്